ഇപ്പം വേണേ ന്യായീകരിക്കാം, നമ്മൾ ആകാശയാത്ര നടത്തിയത് അതിന്റെ പേരിലായിരുന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അതിനകത്ത് കിടന്ന്. അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ? ഇത് വളച്ചു കെട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ത്രികാലജ്ഞാനിക്ക് എല്ലാ ബോധം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊക്കെ പറഞ്ഞുകൂടെ 2022 അല്ലെങ്കിൽ 2024 ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ വിടുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ മരണവിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യന് എത്രത്തോളം ജീവിതം കഠിനമായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും ഇയാൾക്കില്ലല്ലോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് ജയിലിലാണ്. ഈ ജയിലിൽ കഴിയുന്ന എന്നോട് വന്നിട്ട് പോലീസുകാർ പറയാണ് നാളെ നിന്നെ തൂക്കിലേറ്റും. ഈ ഇന്നത്തെയും നാളത്തെയും ആ ഗ്യാപ്പിനിടയിൽ എൻ്റെ മനോവിഷമം, എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു മൈൻഡ് എങ്ങനെ ആയിരിക്കും? പിന്നെ ഖുർആനിൽ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാണ്. എല്ലാവരും മരിക്കുന്നല്ല പറഞ്ഞ്, ഓരോരുത്തരും മരണത്തെ ടേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ്. ആ ദാഇഖത്ത് എന്നുള്ള വേർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരണം ഒരേപോലെ ആയിരിക്കൂല. അത് ചിന്തിക്കണം. നല്ലോനാണെങ്കിൽ നല്ല മരണവും ചീത്തോനാണെങ്കിൽ ചീത്ത മരണമായിരിക്കും. പടച്ചോനെ നമ്മളെയും പഠിച്ചിട്ട് നന്മകളൊക്കെ ഇതാണ് തിന്മകൾ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും തന്നിട്ട് ഈ മനുഷ്യകോലത്തിൽ നമ്മളിങ്ങോട്ട് സൃഷ്ടിച്ച് വിട്ടിട്ട് ഇന്ന ഡേറ്റിന് എൻ്റെ മരണം പാഠം നടക്കും എന്ന് പറഞ്ഞാൽ നല്ല മട്ടായി. ഇതിപ്പോൾ പരീക്ഷ ഇറക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന മാതിരിയാവില്ലേ ഈ അവസ്ഥ? പിന്നെ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ ഒരു ഗ്യാരണ്ടിയിൽ ജീവിച്ചോണി. പണ്ടൊരാൾ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പറഞ്ഞല്ലോ, ഞാൻ മരിക്കൂല, എൻ്റെ ചുറ്റും പോലീസുകാരുണ്ട്, എന്നെ ശുശ്രൂഷീകരിക്കാൻ ഡോക്ടർമാരുണ്ട്, പിന്നെ എങ്ങനെ മരിക്കുക, എനിക്ക് ബുള്ളറ്റ് പ്രൂഫ് കാറുണ്ട്. ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരാൾ വേടി വെച്ചു, അവൻ്റെ കൂടെ അവൻ്റെ ഡോക്ടർമാരുണ്ട്, പോലീസുമാരുണ്ട്, അവൻ്റെ ബുള്ളറ്റ് പ്രൂഫ് കാറുണ്ട്. ഒന്നും കാട്ടാൻ കഴിഞ്ഞില്ല, അയാൾ മരണപ്പെട്ടു. അപ്പം നല്ലൊരു നല്ലതനുസരിച്ച് ജീവിച്ചാൽ അതിനനുസരിച്ചുള്ള നല്ല മരണങ്ങൾ എത്രയോ നമ്മളെ മുമ്പിൽ കടന്നു പോയിട്ടുണ്ട്. ചീത്ത ആൾക്കാരാണെങ്കിൽ ആ നിലയ്ക്ക് തന്നെ ആക്കിബത്ത് അന്ത്യാവസാനം ആ ഒരു മോശപ്പെട്ട രീതിയിലായിരിക്കും. അള്ളാഹു നമ്മളെല്ലാവരുടെയും മരണം ആക്കിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്.